ആനുകൂല്യം വിതരണം ചെയ്തില്ലെങ്കിലും അംശാദായം വർദ്ധിപ്പിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 100 രൂപയിൽ നിന്ന് 300 രൂപയായാണ് മത്സ്യത്തൊഴിലാളികൾ നൽകേണ്ട അംശാദായം വർദ്ധിപ്പിച്ചത്. ഇതേസമയം കേന്ദ്രവിഹിതം ലഭിച്ചിട്ടും പഞ്ഞമാസ ആനുകൂല്യ വിതരണവും ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യവും മുടങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ മത്സ്യ ലഭ്യതക്കുറവും വർദ്ധിച്ച മത്സ്യബന്ധന ചെലവും മൂലം നട്ടം തിരിയുമ്പോഴാണ് ക്ഷേമനിധിയുടെ അംശാദായം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത്. ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപനമെങ്കിലും നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇപ്പൊ ഈ ക്ഷേമനിധി അംശാദായം വർദ്ധിപ്പിച്ച കൂട്ടത്തിൽ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണ്ട, ഞങ്ങളെ പിഴിയാതിരുന്നാൽ മതി. ഞങ്ങൾക്ക് കിട്ടുന്ന തരാനുള്ള ആനുകൂല്യങ്ങൾ തന്ന് നല്ല രീതിയിൽ പോയാൽ മതി. ഈ വിഹിതം തന്നെ ഞങ്ങൾ അടക്കാനായിട്ട് പെടാപ്പാടുപെടുന്നു. വലിയ കടബാധ്യതയിലാണ് ഞങ്ങൾ. മത്സ്യത്തൊഴിലാളികളിൽ നിന്നും 500 രൂപ പ്രകാരം 3 മാസം പിരിക്കുകയും ഈ തുക പഞ്ഞമാസമായി കണക്കാക്കുന്ന ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമായി 1500 രൂപ കൂടി ചേർത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് പഞ്ഞമാസ ആനുകൂല്യം. എന്നാൽ ഇക്കുറി പഞ്ഞമാസാനുകൂല്യം വിതരണം ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാർ വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകിയതാണെന്നും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ഞമാസ ആനുകൂല്യം എന്ന് പറഞ്ഞ് നമ്മൾക്ക് തരാൻ ഉള്ള ആ ആനുകൂല്യം ഉണ്ടല്ലോ, അതായത് പണ്ട് കാലങ്ങളിൽ ചെറിയ തുക കെട്ടിയിട്ട് 6 മാസ കാലയളവിൽ ആ തുകകൾ കെട്ടിയിട്ട് പഞ്ഞമാസം പോകുമ്പോൾ വലിയ തുകയ്ക്ക് തിരിച്ചു തരുന്ന പരിപാടിയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ രീതികളൊക്കെ മാറി 2 മാസം 3 മാസം കൊണ്ട് ആ തുക കെട്ടണം. അതായത് 100 രൂപ അടക്കേണ്ട കൊടുത്ത് 500 ഒന്നിച്ച് കെട്ടേണ്ട അവസ്ഥ. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ്. അങ്ങനെ 3 മാസം ഞങ്ങൾ കഷ്ടപ്പെട്ട് ആ കാശൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പഞ്ഞമാസ കാശ് ഇതുവരെ വന്നിട്ടില്ല. തീരദേശ നിയമസഭാ മണ്ഡലങ്ങളിൽ 90% ഇടതുമുന്നണിയെ പിന്തുണച്ചിട്ടും ഈ മേഖലയോട് സർക്കാർ കാട്ടുന്ന അവഗണന തുടരുകയാണ്. ഇതിനുള്ള തിരിച്ചടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് തീരവാസികൾ നൽകുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.